എന്തെല്ലാം ചെയ്തിട്ടും കാലിൽ ഉപ്പൂറ്റി വേദന മാറുന്നില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ഉപ്പൂറ്റി വേദന ഒരു വിശ്രമത്തിന് ശേഷമായിരിക്കും പലപ്പോഴും കഠിനമാകുന്നത്. നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം ഉണർന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് ചൂടുകളായിരിക്കും ഏറ്റവും വേദനയേറിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഉറക്കം ഉണർന്നാൽ ഉടനെ ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലൊരു വേപ്പറൈസറാണ്. എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ വെള്ളം നിറച്ച് നമ്മൾ പ്ലഗിൽ കുത്തി വെക്കണം. രാത്രി തന്നെ ഇത് കയ്യെത്തും ദൂരത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിൽ അടുത്ത് എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. രാവിലെ ഉണർന്നാൽ ഉടനെ തന്നെ കാലുകൾ താഴെ വെക്കാതെ ഈ കാണുന്നത് പോലെ കാലുകൾ മടക്കുകയും നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വിരലുകളും അതുപോലെ മടക്കുകയും നോക്കുകയും ചെയ്യാം. ആങ്കിൾ ജോയിന്റ് ഒന്ന് കറക്കാം, തിരിച്ചും കറക്കാം. ഇപ്പോഴേക്കും നിങ്ങളുടെ കാൽപാദം നല്ല വാംഡ് അപ്പ് ആയിട്ടുണ്ടാവും. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ കാലുകൾ താഴേക്ക് വെക്കാതെ ചെരുപ്പിലേക്ക് കാല് വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കയ്യെത്തും ദൂരത്ത് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. ആവി വരാനായിട്ട് എന്തായാലും 1-2 മിനിറ്റ് സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലൊന്ന് മസാജ് ചെയ്യാം. ആവി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള കാല് ആ ആവിയിലേക്കൊന്ന് കാണിക്കാം. അമിതമായ ഷുഗർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കാൽപാദത്തിലെ തൊലി വളരെ നേർത്തതായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് പ്രശ്നം വരുന്നില്ല. 2 കാലിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ കാലും അതുപോലെ തന്നെ ആവി കൊള്ളിക്കുക. അതിനുശേഷം അതിന്റെ കാൽപാദത്തിലെ വെള്ളം തുടച്ചു മാറ്റാം. ശേഷം നിർബന്ധമായും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പിടണം. രാവിലെ എന്തായാലും ഇങ്ങനെ ചെയ്യണം. അതല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. തുടർച്ചയായി 7 ദിവസം ഇങ്ങനെ തുടരാമെന്നുണ്ടെങ്കിൽ വേദന ഗണ്യമായി കുറയും.